ഷീജ, ഇന്നിപ്പോൾ നിയമസഭ വീണ്ടും ചേരുന്ന ദിവസമാണ്. ഈ വാർത്ത ഇത്രയും ഡെവലപ്പ് ചെയ്ത് വന്ന സാഹചര്യത്തിൽ സഭയിൽ ഇത് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് ആദ്യ മിനിറ്റിൽ തന്നെ പറഞ്ഞത്, ഏഷ്യാനെറ്റിന്റെ വാർത്ത കടമെടുത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 4 കിലോ സ്വർണം കട്ടുമെന്നാണ്. ഏഷ്യാനെറ്റിന്റെ വാർത്തയിൽ ഒരിടത്തും 4 കിലോ സ്വർണം എന്ന് പറയുന്നില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഈ 4 കിലോയുടെ കണക്ക് എവിടെ നിന്ന് കിട്ടി? പിന്നീട് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് അതിൽ നിന്നും മലക്കം പറഞ്ഞത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഇതിൻ്റെ വസ്തുതകൾ ഒന്നും തന്നെ അറിയുന്നതിന് മുൻപ് ഇത് സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുക, അത് മാത്രമാണ് പ്രതിപക്ഷം ലക്ഷ്യമിട്ടിരുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ 4 കിലോ സ്വർണം ആണ് ഇതിൽ നിന്നും കാണാതെ പോയത്, 4 കിലോ സ്വർണം സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ 4 കിലോ സ്വർണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ നിന്നും മലക്കം മറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നത്. അത് താൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞിരുന്നത് എന്നുള്ളൊരു നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ഇന്ന് സ്വാഭാവികമായും നിയമസഭ പുനരാരംഭിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും പ്രതിപക്ഷം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ളൊരു നീക്കമാണ് നിലവിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അടിയന്തര പ്രമേയ വിഷയമായി ഉന്നയിക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അടിയന്തര പ്രമേയ വിഷയമായി പക്ഷേ ഇത് പരിഗണിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിലിരിക്കുന്ന വിഷയം കൂടിയാണ്. അത്തരത്തിലുള്ള നിയമവശങ്ങൾ, നിയമസഭയുടെ ചട്ടങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷം ഇതെന്നിപ്പോൾ സഭയിൽ ഉന്നയിക്കുക? തുടർന്നുള്ള അവരുടെ നീക്കങ്ങൾ തന്നെയായിരിക്കും നിർണായകം. കാരണം നാടകീയമായ നീക്കങ്ങളിലൂടെ സഭ പ്രക്ഷുബ്ധമാക്കാനും സഭ സ്തംഭിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക അവരുടെ നീക്കങ്ങൾ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാരണം ഇന്ന് സുപ്രധാനമായ 6 ബില്ലുകളടക്കം സഭ പരിഗണിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിനോടൊക്കെ സഹകരിക്കുന്ന ഒരു മനോഭാവം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ, അതോ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കി മുന്നോട്ട് പോകുക, ആകെ അലങ്കോലപ്പെടുത്തുക എന്നുള്ളൊരു നിലപാടായിരിക്കുമോ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത് മനു.